ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഡാറ്റ കമ്മ്യൂണിക്കേഷനാണ്. ഒരാഴ്ച 4 സബ്ജക്റ്റ് വെച്ചുണ്ടാവും. ക്രെഡിറ്റ് 4 ആയിരിക്കും. ക്രെഡിറ്റിനെ പറ്റിയൊക്കെ ഞാൻ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ആദ്യത്തെ ചാപ്റ്ററിൽ വളരെ എനിക്ക് തോന്നുന്നു ഈ സെമിസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിവൈസ് തമ്മിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന് വേണ്ടിയത് സെറ്റ് ഓഫ് നിയമങ്ങളുണ്ടായിരിക്കണം അല്ലേ? എന്തെങ്കിലും ഒരു നിയമം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിലായിരിക്കും സംസാരിക്കുന്നത്. മലയാളത്തിൽ ഇന്ന കാര്യം പറഞ്ഞാൽ ഇന്നതാണ് അർത്ഥമാക്കുന്നതെന്ന് അറിയാം. അതിനാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. കാര്യം നമ്മൾ അതിനെപ്പറ്റി ബോധവടല്ല അല്ലേ? മലയാള ഭാഷയ്ക്ക് നിയമം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി നമ്മൾ ബോധവടല്ല. പക്ഷേ ആക്ച്വലി അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. നമ്മൾ നിയമങ്ങൾക്കനുസരിച്ചാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പ്രോട്ടോക്കോൾ എന്ന് പറയും. ചട്ടങ്ങൾ, പ്രോട്ടോക്കോൾ കേട്ടിട്ടുണ്ടോ? പ്രോട്ടോക്കോളിന് ഹലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കമ്മ്യൂണിക്കേഷനിൽ, അതായത് 2 കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടർ എന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും 2 ഡിവൈസ്, കമ്പ്യൂട്ടർ പോലത്തെ 2 ഡിവൈസ്, സ്മാർട്ട് ഫോൺ ആവാം, അല്ലെങ്കിൽ സാധാരണ ഫോൺ ആവാം, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടുന്ന കേബിൾ കണക്ഷൻ ഇല്ലേ? നിങ്ങളുടെ വീട്ടിൽ TV-യിൽ കേബിൾ കണക്ഷൻ കിട്ടുന്നുണ്ടാവും. അതിൽ സീരിയലിലെ നടിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നുണ്ടാവും. അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ കിട്ടണം. അതിനെല്ലാം കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പാലിക്കേണ്ടിയ ചില നിയമങ്ങളും അതിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നു മുതലായ കാര്യങ്ങളാണ്. ഇതിന് തിയറി മാത്രമേ ഉള്ളൂ, ലാബില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ SA ലാബും ഇതുമാണ്. SA ലാബ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, ഞാനത് എടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി, നിങ്ങൾക്കൊരു നോട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ SA ലാബിൻ്റെ ഒരു റഫ് റെക്കോർഡ് ആയിരിക്കണം. അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ നോട്ട് എഴുതിയാലും മതിയാവും. അപ്പോൾ ഇത്രയാണ് 4 മൊഡ്യൂളുകളുള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കൺസെപ്റ്റ്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു TCP/IP മോഡൽ പഠിക്കും. അതായത് TCP/IP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ്, സെറ്റ് ഓഫ് നിയമങ്ങൾ. അതായത് ഇന്ന കാര്യം പറഞ്ഞാൽ ഇന്നതാണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്തൊരു 7 ലെയറുണ്ട്. അതിൽ 3 ലെയർ നമ്മൾ ഈ സെമിസ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അത് ഫിസിക്കൽ ലെയർ, ട്രാൻസ്മിഷൻ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, 3 എണ്ണം. ബാക്കി 4 എണ്ണം നമ്മൾ 6th സെമിസ്റ്ററിലായിരിക്കും പഠിക്കുന്നത്. 6th സെമിസ്റ്ററിലേക്കായിരിക്കും പഠിച്ചു പോകുന്നത്. അപ്പോൾ ഞാനിപ്പം ഇത് വെച്ചിട്ട് ഇതാണ് നമ്മുടെ കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഓൺ കംപ്ലീഷൻ ഓഫ് ദിസ് കോഴ്സ്, ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതിയാൽ ജയിക്കുമെന്ന് അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇതൊക്കെ ഒരു ഓവർവ്യൂ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ ആക്ച്വൽ പോർഷൻ തുടങ്ങുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇത് നോട്ട് ഇപ്പോൾ ആൾക്കാർ എഴുതിയെടുക്കണം എന്നില്ല. ഞാൻ ഈ സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സെഷൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഒന്നെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നോട്ട് എഴുതിയെടുത്താലും മതി. അപ്പോൾ എനിക്കൊരു ഗുണമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇതങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും. പറഞ്ഞു പോയി കഴിഞ്ഞാൽ അധിക സമയം വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ റെക്കോർഡഡ് സെഷനും പാരലായിട്ട് തന്നെ പോയിക്കോളും. ആ റെക്കോർഡഡ് സെഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വീണ്ടും ഇതിൻ്റെ നോട്ട് എഴുതിയെടുക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് മറുപടി ഒക്കെ പറയുക. തൽക്കാലം എഴുതിയെടുക്കണ്ട. അതിന് ശേഷം ഇത് ഒന്നുകൂടെ വാച്ച് ചെയ്തിട്ട് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്തോ പാരലലി. അപ്പോൾ ഈവൻ ഒരു കേസും ഒരു പോർഷൻ നിങ്ങൾക്ക് മിസ്സായി പോയാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ റെക്കോർഡഡ് ആയിട്ടൊരു സെഷനും കൂടെ തരും. അതിൽ നിന്ന് ആ ഭാഗം മാത്രം കണ്ടിട്ട് വേണമെങ്കിലും എഴുതിയെടുക്കാം. വേണേൽ പാരലായിട്ട് എഴുതിയെടുത്തോ, അതായിരിക്കും നല്ലത്. അല്ല നിങ്ങൾ ഇടയ്ക്ക് കറി കരിയാനൊക്കെ പോയാൽ എനിക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് അയച്ചു തരിക. അയച്ചു തരുന്നതിൻ്റെ ബേസിസിലായിരിക്കും ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ഓരോ ദിവസത്തെ ക്ലാസ്സും അതാത് ക്ലാസ്സിന് ശേഷം എനിക്ക് ഇതിൻ്റെ നോട്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂം റെഡിയാക്കി തരാം. അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം. തുടങ്ങുമല്ലേ? കുഴപ്പമില്ലല്ലോ. ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സൗണ്ട് അത്ര പോരെ? യേശുദാസിന്റെ സൗണ്ടിന്റെ അത്ര ഒക്കുന്നില്ലേ? ഓക്കെ എല്ലാവർക്കും ആ പ്രശ്നമുണ്ടോ? ഒരാൾക്കേ ഉള്ളോ? ഓക്കെ അപ്പോൾ കുഴപ്പമില്ല. ഇടയ്ക്ക് നെറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ചിലർക്ക് കേൾക്കാൻ പറ്റാത്തത്. അപ്പോൾ
അവർ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഒന്ന് ചെയ്താൽ മതി, ഒന്നുകൂടെ ഇത് ചെയ്ത് നോക്കിയാൽ മതി, അതായത് വീണ്ടും ഒന്നുകൂടെ ഇടുന്നത് കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം. സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് പരീക്ഷ എഴുതുമ്പോൾ കോപ്പി അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് കാണിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാകണം അല്ലേ. നിങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്, നെക്സ്റ്റ് എന്നൊക്കെ കാണിക്കുകയാണ്, അടുത്ത പേജിലേക്ക് മറിക്കാനാണെന്ന് മറ്റേ ആൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. അതൊരു കമ്മ്യൂണിക്കേഷനാണ് ആണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അയാൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളും അവരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ നീ അടുത്ത പേജിലേക്ക് മറിക്കണം, അല്ല ഞാൻ കൈ കൊണ്ട് 2 വിരൽ ഇങ്ങനെ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം നീ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് കാണിച്ചു തരണം എന്നാണ് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞത് ദ വേർഡ് ഡാറ്റ റെഫേഴ്സ് ടു ഇൻഫർമേഷൻ പ്രസൻറ്റഡ് ഇൻ വാട്ട് എവർ ഫോം ഈസ് എഗ്രീഡ് അപ്പോൺ ബൈ ദ പാർട്ടീസ് ക്രിയേറ്റിംഗ് ആൻഡ് യൂസിങ് ദ ഡാറ്റ. അതായത് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തുമാവാം, പക്ഷേ അതിനകത്ത് ഒരു കാര്യമേ ഉള്ളൂ, ഞാനും നിങ്ങളും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന വാക്ക് പറഞ്ഞാൽ ഇന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിന് ഡാറ്റ എന്ന് പറയാം. ഇപ്പം എന്താണ് പറയുന്നത്, ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഇന്ന് തൊട്ട് പേന എന്നുള്ള വാക്ക് പറയില്ല, പേനായിക്ക് പകരം കലം എന്നാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കലം എന്ന് പറഞ്ഞാൽ പേന എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡാറ്റ. മനസ്സിലായോ? ക്ലിയർ ആണോ ഡാറ്റ എന്താണെന്നുള്ളത്? അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ദ വേർഡ് ഡാറ്റ റെഫേഴ്സ് ടു ഇൻഫർമേഷൻ പ്രസൻറ്റഡ് ഇൻ വാട്ട് എവർ ഫോം ഈസ് എഗ്രീഡ് അപ്പോൺ ബൈ ദ പാർട്ടീസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 2 പാർട്ടിയും തമ്മിൽ എഗ്രി ചെയ്തേക്കുകയാണ്. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചേക്കുവാണ്, വാട്സാപ്പിൽ മറ്റേ ആൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുകയാണ്, എന്താണ് പറയുന്നത്, നിങ്ങൾ ക്ലാസ് നടക്കുന്ന സമയത്താണെങ്കിൽ ക്ലാസ് നടക്കുമ്പോഴത്തേക്കും ഒരാൾ വേറൊരാൾക്ക് മെസ്സേജ് അയച്ചേക്കുവാണ്, എന്ന് അയച്ചേക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം സാറ് ക്ലാസ്സിൽ വന്നു എന്നാണ് മറ്റേ ആൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതും ഡാറ്റയാണ്. അപ്പോൾ ഡാറ്റയുടെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ 2 പേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പാർട്ടീസ്, ഒരാൾ സെൻഡ് ചെയ്യുന്ന പാർട്ടി, ഒരാൾ റിസീവ് ചെയ്യുന്ന പാർട്ടി. സെൻഡ് ചെയ്യുന്ന പാർട്ടി സെൻഡ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് റിസീവ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകുമെങ്കിൽ ആ സെൻഡ് ചെയ്ത പീസിന് ഒരു ഇൻഫർമേഷന് ഡാറ്റ എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്തൊരു കൺസെപ്റ്റ്. ഇതൊക്കെ 2 മാർക്കിന് സാധാരണ 2 മാർക്കിൻ്റെ പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ 2 ഡിവൈസസ് വയ സം ഫോം ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 മീഡിയം. 2 പേര് തമ്മിൽ ഇൻഫർമേഷനെ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ഇൻഫർമേഷനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മീഡിയത്തിൽ കൂടെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എയറിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ട്രാഫിക് സിഗ്നലിൽ പോകുമ്പോൾ പാലാരിവട്ടം സിഗ്നലിൽ ചെല്ലുമ്പോൾ റെഡ് ലൈറ്റ് തെളിഞ്ഞ് നിന്നാൽ നമുക്കറിയാം അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നറിയാം. ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് മനസ്സിലാവും. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ലൈറ്റിൻ്റെ മീൻസിൽ കൂടെയാണ് നടക്കുന്നത്. ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്, ട്രാൻസ്മിഷൻ ഡാറ്റ എന്ന് പറയുന്നത് ലൈറ്റാണ്. റെഡ് ലൈറ്റ് ആണെങ്കിൽ പോകാൻ പാടില്ല, ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ പോവാം. അപ്പോൾ അതാണെങ്കിൽ എന്താണ്, അവിടെ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അതായത് ആ സിഗ്നലും നിങ്ങളും തമ്മിലൊരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ. അതിനാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനേഷൻ ഒന്നുകൂടെ വായിച്ച് നോക്കുക. ഇസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ 2 ഡിവൈസസ് വയ സം ഫോം ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം. 2 ഡിവൈസ് തമ്മിൽ നിങ്ങളുടെ ഡിവൈസ് വാട്സാപ്പ് ആവാം, ഫോണാവാം. ഫോണിലെ വാട്സാപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫോണിൽ നിന്ന് വയർലെസ് ആയിട്ടായിരിക്കും ഡാറ്റ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എയർ ആണ് ട്രാൻസ്മിഷൻ മീഡിയം. അങ്ങനെയൊക്കെ ഡിവൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. ക്ലിയർ ആണല്ലോ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസ്. കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസ് മസ്റ്റ് ബി പാർട്ട് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മെയ്ഡ് അപ്പ് ഓഫ് കോമ്പിനേഷൻ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് മറ്റേ എന്താ പറയുന്നത്, ഇപ്പോൾ വിവോയുടെ ഒരു ഫോൺ ഉണ്ടാവും. ആ ഫോണാണ് അതിൻ്റെ ഹാർഡ്വെയർ ഡിവൈസ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, അതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് മസ്റ്റ് ബി പാർട്ട് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മെയ്ഡ് അപ്പ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്. ക്ലിയർ ആണോ? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്. ഏത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസിലും ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടാവും. ഹാർഡ്വെയർ എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്ന് കോപ്പി അടിക്കുമ്പോഴാണെങ്കിൽ ഹാർഡ്വെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈയാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. മനസ്സുപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അത്രേ ഉള്ളൂ. എല്ലാ ഡിവൈസിലും ഒരു ഹാർഡ്വെയർ ഡിവൈസും ഒരു സോഫ്റ്റ്വെയർ ഡിവൈസും ഉണ്ടാവും. ക്ലിയർ ആണല്ലോ.
അപ്പോൾ 3 കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ നമ്മൾ പഠിച്ചത്. ഒന്നാമത്തേത് ഡാറ്റ എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിൽ എഗ്രീഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റയാണ്. രണ്ട് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹാർഡ്വെയർ, ഫിസിക്കൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. DC സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. പിന്നെ 3 ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ദ എഫക്റ്റീവ്നെസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ 3 ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. 3 ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്നാമത്തേത് ഡെലിവറി. ദ സിസ്റ്റം മസ്റ്റ് ഡെലിവർ ഡാറ്റ ടു ദ കറക്റ്റ് ആൻഡ് ഇൻറ്റൻഡഡ് ഡിവൈസസ് ഓൺ യുവർ or user only. The system must deliver data to the correct or intended device or users only. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾക്ക് ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കേ കൊടുക്കാവുള്ളൂ. നിങ്ങളിപ്പം നമ്മുടെ ടിജോ സാറിൻ്റെ ഒരു കുറ്റം പറഞ്ഞിട്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുകയാണ്, നിങ്ങളുടെ ഇൻറ്റേർണലായിട്ടൊരു ഗ്രൂപ്പിലാണ് ഇട്ടത്, പക്ഷേ നിർഭാഗ്യവശാൽ അത് ഞാനുള്ള ഗ്രൂപ്പിലേക്ക് വന്നു എന്നിരിക്കുക, അല്ലേ? പെട്ടുപോയില്ലേ? അല്ലേ? അപ്പോൾ ആ ഇൻറ്റൻഡഡ് ആയിട്ടുള്ള ആർക്കാണോ കിട്ടാൻ ഉദ്ദേശിക്കുന്നത് പെട്ടുപോയി, അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ ആർക്കാണോ ഇൻറ്റൻറ്റ് ചെയ്യുന്നത് അവർക്കേ കിട്ടാവുള്ളൂ. അതാണ് ഡെലിവറി എന്ന് പറയുന്നത്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ആർക്കാണോ ഡെലിവറി ചെയ്യേണ്ടത് അയാൾക്ക് കൃത്യമായി ഡെലിവറി ചെയ്യുക, അയാൾക്ക് മാത്രമേ ഡെലിവറി ചെയ്യാവുള്ളൂ. ഒരു ഗ്രൂപ്പ് 10 പേർക്കാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള പിള്ളേരുള്ളവർക്ക് മാത്രമാണ് കൊടുക്കേണ്ടതെങ്കിൽ അവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. നിങ്ങളുടെ സാറുമാർക്ക് കൊടുത്തു പോയാൽ പോയി. അല്ലെ സാറുമാരോടാണ് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പാര വെക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചിൻ്റെ കുറ്റം പറയുകയാണെങ്കിൽ അത് സാറിന് മാത്രമേ അയക്കാവുള്ളൂ, ആ കൊച്ചിനെ അയക്കരുത്, അല്ലേ? അതാണ് ഡെലിവറി. ക്ലിയർ ആണോ? ഡെലിവറി ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സിലെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡെലിവറി. രണ്ടാമത്തേത് ആക്യുറസി. സിസ്റ്റം മസ്റ്റ് ഡെലിവർ ഡാറ്റ ആക്യുറേറ്റ്ലി വിത്തൗട്ട് ആൾട്ടറേഷൻ. ദ സിസ്റ്റം മസ്റ്റ് ഡെലിവർ ദ ഡാറ്റ ആക്യുറേറ്റ്ലി വിത്തൗട്ട് ആൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെ എന്താണോ സെൻഡ് ചെയ്യുന്നത് അത് അതേപടി തന്നെ റിസീവ് ചെയ്യുന്ന എൻഡിൽ റിസീവ് ആകണം. നമ്മുടെ ജഗതിയുള്ളൊരു സിനിമയുണ്ടല്ലോ, അതിനകത്ത് ജഗതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരുത്തൻ ടാറ്റ കൊടുത്തെന്നും പറഞ്ഞ് ജഗതി ഇറങ്ങി വന്നിട്ട്, അതിൻ്റെ സിനിമയുടെ പേരെന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? മോഹൻലാലൊക്കെ ഉള്ള സിനിമ, കൊച്ചി ചോട്ടാ മുംബൈ, അത് തന്നെ. അതിനകത്ത് പടക്കം രാജു അങ്ങനെയാണ്ടല്ലേ ഇവൻ്റെ പേര്. അപ്പോഴത്തേക്ക് ഇവൻ വന്നിട്ട് പറയത്തില്ലേ, അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മറ്റവനെ എടുത്തിട്ടിരിക്കുക, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നീ ടാറ്റ കാണിക്കുമല്ലേടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയും അയ്യോ ടാറ്റ അല്ല കാണിച്ചത്, പോവല്ലേ എന്ന് പറഞ്ഞതാണ്, ഇല്ലേ? അതാണ് ആക്യുറസി ഇല്ലാത്തതിൻ്റെ ഒരു എഫക്റ്റാണ് അത്. ആക്യുറസി ഉണ്ടെങ്കിൽ ഡാറ്റ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് സെൻഡ് ചെയ്യുന്ന ആൾ എങ്ങനെയാണോ സെൻഡ് ചെയ്യുന്നത് അതേപടി റിസീവ് ചെയ്യുന്ന ആൾ റിസീവ് ചെയ്യണം. ഓക്കെ, ഞാൻ ചുമ്മാ തമാശക്കൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതല്ല ആക്ച്വലി സിസ്റ്റം. നിങ്ങൾ ഒരാൾക്ക് വാട്സാപ്പിൽ എസ് എന്ന് മെസ്സേജ് അയച്ചാൽ റിസീവ് ചെയ്യുന്ന എൻഡിൽ എസ് എന്ന് തന്നെ റിസീവ് ചെയ്യണം, അയാൾക്ക് നോന്ന് റിസീവ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ 10:30 സ്റ്റാർട്ട് ചെയ്യുമെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചായിരുന്നു, പക്ഷേ ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് അയച്ചത് 10:45 സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു, അല്ലേ? പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് 10:30 സ്റ്റാർട്ട് ചെയ്യുമെന്നല്ലേ, 10:35 സ്റ്റാർട്ട് ചെയ്യുമെന്നല്ലേ കിട്ടിയത്? അപ്പോൾ അതാണ് ഞാൻ അയച്ചത് 10:40 സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു. അപ്പോൾ അത് ആക്യുറസി അല്ല, അല്ലേ? ആണോ? അതൊന്നെങ്കിൽ ആക്യുറസി അല്ലാത്തതാകാം, അല്ലെങ്കിൽ സാർ ഉടായിപ്പും ആവാം. അപ്പോൾ എന്തായാലും അതാണ് ആക്യുറസി. അയക്കുന്നത് അതേപടി റിസീവ് ചെയ്യണം. ഞാൻ 10:30 തന്നെയാണ് അയച്ചത്. ഞാൻ പിന്നെ സാറ് 10:30 ഞാൻ ക്ലാസ് എടുക്കാൻ വന്നപ്പം വിനോദ് സാറ് ഡാറ്റാ സ്ട്രക്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡാറ്റാ സ്ട്രക്ചറൊക്കെ ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോലെ അല്ലല്ലോ, ഇമ്പോർട്ടൻറ്റ് പേപ്പറാണല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇരിക്കട്ടെ, സാറ് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ഓർത്ത് ഞാൻ പോയിട്ട് ഇപ്പോൾ ഫൈനൽ ഇയറിൻ്റെ ലാബിൽ ഒന്നുകൂടെ പോയിട്ട് വന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ, ആക്യുറസി. ദ സിസ്റ്റം മസ്റ്റ് ഡെലിവർ ദ ഡാറ്റ ആക്യുറേറ്റ്ലി വിത്തൗട്ട് ഓൾട്ടറേഷൻ. ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരുത്താതെ കൊടുക്കണം, അല്ലെ? വണ്ടിയൊക്കെ ഓൾട്ടർ ചെയ്യുന്നതെന്ന് പറയത്തില്ലേ, ചേഞ്ച് വരുത്തുന്നത്. അങ്ങനെ ഓൾട്ടർ ചെയ്യാൻ പാടില്ല. എന്താണോ അയച്ചത് അത് തന്നെ റിസീവ് ചെയ്യണം. മൂന്നാമത്തേത് ടൈം ലൈൻസ്. ദ സിസ്റ്റം മസ്റ്റ് ഡെലിവർ ഡാറ്റ ഇൻ ടൈംലി മാനർ. ഓർഡർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഫോർ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ. ടൈംലി ആയിട്ട് റിപ്ലൈ ചെയ്യണം, ടൈംലി ആയിട്ട് അയക്കണം. അതായത് ഞാൻ ഇവിടുന്ന് അയച്ചാൽ ഒരു സർട്ടൺ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടണം, അല്ലേ?
ഒരാൾ ഓടിക്കുമോ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓടണം, അല്ലാതെ ഓടിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ഓടിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ടൈം ലൈൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഒരു കാര്യം വന്നു, ഇപ്പം നാളെ സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെൻ്റ് ആണ്, നിങ്ങൾ വാട്സാപ്പിൽ ഇന്ന് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഒരാൾക്ക് അയച്ചു കൊടുത്തെങ്കിൽ അയാൾക്ക് ഇന്ന് തന്നെ കിട്ടിയെങ്കിലേ അതിന് പ്രയോജനമുള്ളൂ. നാളെ കിട്ടിയാൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു പോയി, അപ്പോൾ പിന്നെ കോപ്പി അടിച്ച് എഴുതി വെച്ചിട്ടും കാര്യമില്ല അല്ലേ. അപ്പോൾ ടൈം ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സിസ്റ്റം മസ്റ്റ് ഡെലിവർ ഡാറ്റ ഇൻ എ ടൈംലി മാനർ ആൻഡ് ഓർഡർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതി, അത് 10 പേജുള്ള അസൈൻമെൻറ്റ് എഴുതി, 10 പേജുള്ള അസൈൻമെൻറ്റ് എഴുതിയിട്ട് ആദ്യത്തെ പേജ് എടുത്ത് ആദ്യം ഫോട്ടോ അയച്ചു, രണ്ടാമത്തെ പേജ് രണ്ടാമത് അയച്ചു, മൂന്നാമത്തെ പേജ് മൂന്നാമത് അയച്ചു, അങ്ങനെ വിട്ടു. റിസീവ് ചെയ്യുന്ന എൻഡിൽ അയാൾ വന്ന ഓർഡറിൽ തന്നെ എഴുതി, കാരണം ഈച്ചടി കോപ്പിയാണ് എഴുതുന്നത്, അതിനകത്ത് എന്താ എഴുതിയേക്കുന്നതെന്ന് ആരും നോക്കുന്നില്ല, അതേപടി കോപ്പി അടിക്കുകയാണ്. അപ്പോൾ ഇയാൾ നിർഭാഗ്യവശാൽ മൂന്നാമത് വന്നത് 4ാമത്തെ പേജാണ്. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആൾ എന്തെഴുതി, 4ാമത്തെ പേജ് മൂന്നാമത്തേതായിട്ട് എഴുതി, 3ാമത്തെ പേജ് 4ാമത്തേതായിട്ട് എഴുതി. അപ്പോൾ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും കലിപ്പാവും അല്ലേ. ക്ലിയർ ആണോ? അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം 3 ഉണ്ട്: ഡെലിവറി, ആക്യുറസി, ടൈം ലൈൻ. 3ഉം ക്ലിയർ ആണല്ലോ. ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്തത് കമ്പോണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. DC സിസ്റ്റംസ് എന്ന് വെച്ചാൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് കേട്ടോ. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഹാസ് 5 കമ്പോണൻസ്. 5 കമ്പോണൻസ് ഉണ്ടാവും. ഇവിടെ 3 ഉള്ളൂ. സ്ക്രീനിലെ ഇടയുടെ പരിമിതി കൊണ്ടാണ് 3 ഒതുക്കിയത്. അടുത്ത സ്ക്രീനിൽ ചെല്ലുമ്പോൾ ബാക്കി 2 കൂടെ കാണാൻ പറ്റും. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഹാസ് 5 കമ്പോണൻസ്. ഒന്നാമത്തേത് മെസ്സേജ്. Message is the information data to be communicated. Message is the information ബ്രാക്കറ്റിൽ data to be communicated. എക്സാമ്പിൾ ടെക്സ്റ്റ് ആവാം, പിക്ചർ ആവാം. നിങ്ങൾ ലുലു മാളിലേക്ക് പോയിട്ടുണ്ട്, ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അയക്കുകയാണെങ്കിൽ അതൊരു മെസ്സേജാണ്. അല്ലെങ്കിൽ ഡാറ്റ എടുത്ത് അയക്കുകയാണ്, ഞാൻ ലുലു മാളിൽ എത്തിയിട്ടുണ്ട്, ഓടി വായോ, ഇവിടെ ആർക്കും കൊറോണ ഇല്ല, ധൈര്യമായിട്ട് പോരെന്ന് പറഞ്ഞ് അയക്കുകയാണെങ്കിൽ അതും ഒരു മെസ്സേജാണ്. അപ്പോൾ ആദ്യത്തെ കമ്പോണൻറ്റ്, ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി 5 കമ്പോണൻ്റ് ഉണ്ട്. ഒന്നാമത്തേത് മെസ്സേജ്. ഇത്രയും കമ്പോണൻസ് എന്തായാലും ഉണ്ടാവണം കേട്ടോ. ആദ്യത്തേത് മെസ്സേജാണ്. രണ്ടാമത്തേത് സെൻഡ് ചെയ്യാൻ ഒരാളുണ്ടാവണം, അയാളുടെ പേര് സെൻഡർ എന്നാണ്. ആരാണോ വാട്സാപ്പിൽ ഫോട്ടോ എടുത്ത് അയക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്, അയാളാണ് സെൻഡർ. സെൻഡർ ഈസ് ദ ഡിവൈസ് ദാറ്റ് സെൻഡ്സ് ദ ഡാറ്റ മെസ്സേജ്. എക്സാമ്പിൾ കമ്പ്യൂട്ടർ, ഫോൺ, എക്സെട്ര. ക്ലിയർ ആണോ? സെൻഡർ ഈസ് ഓക്കെ. റിസീവർ ഈസ് ദ ഡിവൈസ് ദാറ്റ് റിസീവ്സ് ദ മെസ്സേജ്. അടുത്ത എൻഡിലിരുന്ന് റിസീവ് ചെയ്യുക. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാനാണ് റിസീവർ, നിങ്ങളാണ് സെൻഡർ. രാവിലെ ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു അങ്ങോട്ട്, അപ്പോഴത്തേക്കും ഞാനായിരുന്നു സെൻഡർ, നിങ്ങളായിരുന്നു റിസീവർ. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മീറ്റിങ്ങിന് കയറാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയച്ചു. അപ്പം നിങ്ങളായിരുന്നു സെൻഡർ, ഞാനായിരുന്നു റിസീവർ. ക്ലിയർ ആണല്ലോ? മെസ്സേജ് എന്തായിരുന്നു? സാർ കയറാൻ പറ്റുന്നില്ല, സ്ക്രീൻഷോട്ട് അല്ലേ. ക്ലിയർ ആണല്ലോ? 3 കമ്പോണൻറ്റ്. 4ാമത്തെ കമ്പോണൻറ്റ് ട്രാൻസ്മിഷൻ മീഡിയം. ഒരു മീഡിയം ഉണ്ടാവണം. എന്തെങ്കിലും ഒരു ഡിവൈസിൽ കൂടെ ആയിരിക്കും ഇത് അങ്ങോട്ട് പോകുന്നത്. ഒന്നെങ്കിൽ എയർ ആവാം, അല്ലെങ്കിൽ വയറാവാം അല്ലേ. വയറാവാം, ഒപ്റ്റിക്കൽ കേബിൾ ആവാം, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കേബിൾ TV-യുടെ കൊയാക്സിയൽ കേബിൾ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അതാണ് ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത്. The transmission medium is the physical path by which message travels from a sender to a receiver. Example, fiber optic cable, radio waves, etc. അല്ലേ? ട്രാൻസ്മിഷൻ മീഡിയം is the physical path. ഫിസിക്കലി ഇത് ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകുന്നത്, അത് ചിലപ്പോൾ ഫിസിക്കൽ പാത്ത് നമുക്ക് കാണാൻ പറ്റാം, ചിലപ്പം കാണാൻ പറ്റാതെ ഇരിക്കാം അല്ലേ. നിങ്ങൾ TV റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റിമോട്ടിൽ നിന്ന് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ആ ട്രാൻസ്മിഷൻ മീഡിയം എയർ ആണല്ലോ, റിമോട്ട് ഉപയോഗിച്ച് TV കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് 4. 5ാമത്തേത് പ്രോട്ടോകോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ. പ്രോട്ടോകോൾ ഞാൻ പറഞ്ഞു, അത് കുറേ നിയമങ്ങളാണ്. ഓക്കെ, ഈ ക്ലാസ്സിലിരിക്കും, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിരിക്കണം, ആവശ്യമുള്ളവർ മാത്രം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുള്ളൂ. ഇതൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളുടെ പ്രോട്ടോക്കോളാണ് അല്ലേ. നോട്ടുകൾ നിങ്ങൾ എഴുതിയെടുക്കണം, നോട്ട് എനിക്ക് അയച്ചു തരണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോട്ടോക്കോളാണ്. അതുപോലെ ഏത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസിലും കുറേ പ്രോട്ടോക്കോൾ ഉണ്ടാവും. ആ പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് വേണം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആൾ മിണ്ടാൻ പാടില്ല, മറ്റേ ആൾ ശ്രവിച്ചുകൊണ്ടിരിക്കണം.
അയാൾ വർത്തമാനം പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ അടുത്ത ആൾ സംസാരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ മുതലായ കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പം നമ്മളൊരു ഹിന്ദിക്കാരനോട് സംസാരിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ഹിന്ദിക്കാരൻ പണിക്കാരനോട് സംസാരിക്കുകയാണെങ്കിൽ അയാളോട് സംസാരിക്കുന്നതിനും കുറേ നിയമങ്ങളുണ്ട്. നമ്മൾ മലയാളത്തിൽ മോനെ വാട അടിച്ച് വരടാന്ന് പറഞ്ഞെങ്കിൽ അവൻ ചിലപ്പോൾ നമ്മളെ അടിച്ചെന്നിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. അയാളോട് പറയുന്നതിന് വേറെ ചില നിയമങ്ങളുണ്ട്. അതുപോലെ കമ്പ്യൂട്ടറിൽ 2 ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് കുറേ നിയമങ്ങളുണ്ട്. അതിനാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അത് സെൻഡറും റിസീവറും തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എക്സാം ഹാളിന് കയറുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുകയാണ്. ഞാൻ 2 എന്ന് പറഞ്ഞാൽ നീ 2ാമത്തേത് കാണിക്കണം, അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ നീ 3ാമത്തേത് കാണിക്കണം എന്ന് പറഞ്ഞ് എത്തുകയാണെങ്കിൽ അതാണ് ഒരു പ്രോട്ടോക്കോൾ ആണല്ലോ. അതുകൊണ്ട് ഈ പരീക്ഷയിൽ ആരും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട. പരീക്ഷ എഴുതാൻ നേരത്ത് സാറ് പറഞ്ഞിട്ടുണ്ട് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആരും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട. ചിലപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിൽക്കുന്ന എക്സാമിനർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അറിയാവുന്ന ആളായിരിക്കില്ല, പുള്ളി കോപ്പി റിപ്പോർട്ട് ചെയ്യും. അടുത്തത് കമ്പോണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രമാണ് ഇത്. കമ്പോണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ചിലപ്പോൾ 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. 5 സാധനങ്ങളുണ്ട്: മെസ്സേജ്, സെൻഡർ, റിസീവർ, ട്രാൻസ്മിഷൻ മീഡിയം, പ്രോട്ടോക്കോൾ ആണല്ലോ. അതിൻ്റെ ഡയഗ്രം ഉണ്ട് ഇത്. വിത്തൗട്ട് എ പ്രോട്ടോക്കോൾ ദർ ഈസ് ജസ്റ്റ് കണക്ഷൻ ബട്ട് നോ കമ്മ്യൂണിക്കേഷൻ. പ്രോട്ടോക്കോൾ പാലിക്കുന്നില്ല എങ്കിൽ 2 തമ്മിൽ കണക്ഷൻ മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അച്ഛൻ കിടന്ന് കുറേ നിങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ടാവും, നിങ്ങൾ തിരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, ഒന്നും കേൾക്കുന്നില്ല എങ്കിൽ 2 തമ്മിൽ കണക്ഷൻ ഉണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കണം, നിങ്ങൾ പറയുമ്പോൾ അച്ഛൻ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോക്കോൾ ഇല്ല എങ്കിൽ കണക്ഷൻ മാത്രമേ ഉള്ളൂ. 2 പേരും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഒരാൾ പറയുന്നത് മറ്റേ ആൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, ഇയാൾ പറയുന്നത് അയാൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു സെൻഡർ ഉണ്ടാവും, ഇവിടെ ഒരു റിസീവർ ഉണ്ടാവും, റിസീവർ തമ്മിലൊരു മീഡിയം ഉണ്ടാവും, ഇതിനിടയ്ക്ക് ഒരു മീഡിയം ഉണ്ടാവും. ആ മീഡിയത്തിൽ കൂടെയാണ് മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് നിയമങ്ങളുണ്ടാവും. 1 2 3 4 5 6 എന്നും പറഞ്ഞ് നിയമങ്ങളുണ്ടാവും. ഫുഡ് ബോഡി ചവിട്ടരുത്, എഞ്ചിൻ്റെ മേലെ നിൽക്കരുത്, സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിയമങ്ങളില്ലേ, അതൊക്കെ പ്രോട്ടോക്കോളാണ്. അത് അതിനനുസരിച്ച് വേണം. അങ്ങനത്തെ കുറേ നിയമങ്ങളുണ്ടാവും കമ്മ്യൂണിക്കേഷനിൽ. അതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 3 കമ്പോണൻ്റ് ഉണ്ട്: മെസ്സേജ്, സെൻഡർ, റിസീവർ, ട്രാൻസ്മിഷൻ മീഡിയം, പ്രോട്ടോക്കോൾ. അതിൻ്റെ ഒരു ഡയഗ്രം ഉണ്ട്. ഇത്രയും വരച്ചാൽ 6 മാർക്ക് കയ്യിലിരിക്കും. ഓക്കെ ആണല്ലോ, അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് ഡാറ്റ റെപ്രസെൻറ്റേഷൻ. ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ വി ഷുഡ് റെപ്രസെൻറ്റ് ഡാറ്റ ഇൻ എ കോമൺ എഗ്രീഡ് ഫോർമാറ്റ്. 2 പേരും എഗ്രി ചെയ്യുന്ന ഒരു ഫോർമാറ്റിലായിരിക്കണം എഴുതുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നരേന്ദ്രമോദിക്ക് ഒരു ലെറ്റർ എഴുതുകയാണെങ്കിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതണം. മലയാളത്തിൽ എഴുതിയാൽ പുള്ളിക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് 2 പേരും തമ്മിൽ, സെൻഡറും റിസീവറും തമ്മിലൊരു എഗ്രിമെൻറ്റിലായിരിക്കണം എഴുതുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ കംസ് ഇൻ വേരിയസ് ഫോംസ് സച്ച് ആസ് ടെക്സ്റ്റ്, നമ്പർ, ഇമേജസ്, ഓഡിയോ, വീഡിയോ. എല്ലാ ഫോർമാറ്റിലും വരും. ടെക്സ്റ്റായിട്ടാണ് നിങ്ങൾ അയക്കുന്നുണ്ടാവും, നമ്പർ അയക്കുന്നുണ്ടാവും, 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞ് നമ്പർ അയക്കുന്നുണ്ടാവും, അല്ല ഒരാളുടെ ഫോൺ നമ്പർ അയച്ചു കൊടുക്കുന്നുണ്ടാവും, 9846405380 എന്ന് അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഇമേജസ് അയക്കുന്നുണ്ടാവും, നിങ്ങളെടുത്ത ഫോട്ടോകൾ അയക്കുന്നുണ്ടാവും, ഓഡിയോ അയക്കുന്നുണ്ടാവും, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പിൽ ഓഡിയോ മെസ്സേജ് അയക്കുന്നുണ്ടാവും, അല്ല വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഈ വക കാര്യങ്ങളെല്ലാം ഡാറ്റയിൽ വരും. ഇൻഫർമേഷൻ കംസ് ഇൻ വേരിയസ് ഫോംസ്. ഇത്രയും ഫോംസിലാണ് വരുന്നത്. ഓരോന്നിൻ്റെയും റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആദ്യത്തേത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഡാറ്റ. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ആയിരിക്കും, ബാക്കിയൊക്കെ കുറവായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ നമുക്ക് മറ്റേ വാട്സാപ്പൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാം മറ്റേ ഇതിൽ മെസ്സേജിൽ ടൈപ്പ് ചെയ്താണ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം ടെക്സ്റ്റ് ആയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ബാക്കിയുള്ള ഫോർമാറ്റുകളൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വാട്സാപ്പിൻ്റെ എക്സാമ്പിൾ മാത്രം പറയുന്നതേ ഉള്ളൂ. ഇത് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിക്കേഷനും ബാധകമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന ടി വിയുടെ കേബിള്, നിങ്ങളുടെ ടി വിയുടെ റിമോട്ടിൽ നിന്ന് ടി വിയിലേക്ക് പോകുന്ന കൺട്രോള്, അതുപോലെ AC ഉണ്ടെങ്കിൽ ACയുടെ റിമോട്ട്, വാഷിംഗ് മെഷീൻ ഇത് വെച്ച് കൺട്രോൾ എന്തെങ്കിലും ഡിവൈസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്, അങ്ങനത്തെ എല്ലാ കമ്മ്യൂണിക്കേഷനിലും ഇത് ബാധകമാണ്. ഒരാൾ ഫോൺ വിളിക്കുന്നു, ഇനി വാക്കി ടോക്കി എന്ന് പറയുന്ന സാധനം ഇല്ലേ, അതായത് 2 പേര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, പോലീസുകാർ തമ്മിൽ സംസാരിക്കുന്നത്, നമ്മുടെ എന്താ പറയുന്നത്, ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് മറ്റേ കള്ളം തട്ടിക്കൊണ്ട് പോകുന്നത്, ഓവർ ആരടാ ഓവർ എന്നൊക്കെ ചോദിക്കൂലേ, ആ സാധനമാണ് വാക്കി ടോക്കി. കണ്ടിട്ടുണ്ടോ വാക്കി ടോക്കി? ജംഗ്ഷനിലൊക്കെ നിൽക്കുന്ന പോലീസുകാരുടെ കാണും, കേട്ടിട്ടില്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
അത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അങ്ങനത്തെ ഏത് ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നാലും അതെല്ലാം ഇത് ബാധകമാണ് കേട്ടോ. ഞാൻ എക്സാമ്പിളായിട്ട് വാട്സാപ്പ് പറയുന്നത് മാത്രമേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എക്സാമ്പിൾ ആയതുകൊണ്ട് അത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബിറ്റ് പാറ്റേൺ ആയിട്ട് നമുക്കറിയാം. കമ്പ്യൂട്ടറിൽ 0യും 1ഉം ആയിട്ട് മാത്രമേ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിന് ആകെ അറിയാവുന്ന ലാംഗ്വേജ് 0യുടെയും 1ൻ്റെയാണ്. 0യും 1ഉം അങ്ങനെ നമുക്ക് എത്ര വേണേലും കൊടുക്കാം. ആ 0യും 1ഉം ആയിട്ട് എഴുതുന്നതിനാണ് ബൈനറി എന്ന് പറയുന്നത്. അതാണ് ഈ വലത്ത് സൈഡിൽ താഴെയായിട്ട് ഒരു ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ബൈനറി 1 0 1 0 0 0 0 1 0 0 1 എന്നൊക്കെ പറഞ്ഞ് കാണിച്ചേക്കുന്ന ബൈനറി നമ്പറാണ്. അപ്പം നമുക്ക് ABCDEFG എന്നൊക്കെ പറഞ്ഞ് എഴുതണമെന്നുണ്ടായിരിക്കും. പക്ഷേ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് 1ൻ്റെയും 0യുടെയും ഒരു പാറ്റേൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ്റെ പ്രോട്ടോകോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണ് ഇത്രയും. അപ്പോൾ സാധാരണ ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, B എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, C എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര ബിറ്റ് വേണം എന്ന് ആദ്യം തീരുമാനിക്കും. അപ്പോൾ എത്ര ബിറ്റ് വേണമെന്ന് ആദ്യം തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു 7 ബിറ്റ് വേണം അല്ലെ 8 ബിറ്റ് വേണം എന്ന് പറയുകയാണെങ്കിൽ 7 ബിറ്റിലായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഡാറ്റേനെ 7 വീതം അല്ലെ 8 വീതം, സാധാരണ 8 വീതമാണ് എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 8 ആദ്യത്തെ ക്യാരക്ടറാണ്. അപ്പോൾ A എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരിക്കും ചിലപ്പം. പിന്നത്തെ 8 വേറൊരു ക്യാരക്ടർ Z എന്ന് പറയുന്ന ക്യാരക്ടർ. ഇപ്പം നിങ്ങളുടെ എൻ്റെ പേര് TIJO എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് TIJO 4 ഉണ്ട്. അപ്പോൾ 8 ബിറ്റിലാണ് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 8 × 432 32 ബിറ്റിലായിരിക്കും ആ സാധനം സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ബിറ്റ് പാറ്റേൺ ഓർ സീക്വൻസ് ഓഫ് ബിറ്റ്. ഇങ്ങനെ എക്സാമ്പിളാണ് ഇങ്ങനെ. ക്ലിയർ ആണോ? ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ബിറ്റ് പാറ്റേൺസ് ഹാവ് ബീൻ ഡെസിഗ്നേറ്റഡ് ടു റെപ്രസെൻറ്റ് ടെക്സ്റ്റ് സിമ്പിൾസ്. ടെക്സ്റ്റിൻ്റെ സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ബിറ്റ് പാറ്റേൺസ് ഉണ്ട്. പലതുണ്ട്. ആസ്കി, എക്സ്റ്റൻഡഡ് ആസ്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് 1-2 നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഈച്ച് സെറ്റിന് ഒരു കോഡ് എന്നാണ്. ഈച്ച് സെറ്റ് ഈസ് കോൾഡ് കോഡ്. ആസ്കി കോഡ് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ആസ്കി കോഡ് അല്ലെങ്കിൽ യൂണീക് കോഡ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന ഓരോന്നും ഓരോ ടൈപ്പ് കോഡാണ്. ഈച്ച് സെറ്റ് ഈസ് കോൾഡ് എ കോഡ് ആൻഡ് ദ പ്രോസസ് ഓഫ് റെപ്രസെൻറ്റിംഗ് ദിസ് സിമ്പിൾ ഈസ് കോൾഡ് കോഡിംഗ്. ആസ്കി കോഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് കോഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ യൂണീക് കോഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് കോഡിങ്സ് അവൈലബിൾ ആർ. ഡിഫറെൻറ്റ് ടെക്സ്റ്റ് കോഡിങ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നാമത്തേത് ആസ്കിയാണ്. ആസ്കി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആസ്കിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു കോഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അമേരിക്കക്കാർ. അതാണ് അതിൻ്റെ ഫുൾ ഫോം. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. കിട്ടിയോ? അവർ പറഞ്ഞത് ഒരു ക്യാരക്ടർ നമുക്ക് 7 ബിറ്റിൽ സ്റ്റോർ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. 7 ബിറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും? 7 ബിറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ 2 ബിറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാം? 0 0 0 1 1 0 1 1 ഇത്രയും വാല്യൂസ് സ്റ്റോർ ചെയ്യാം അല്ലേ? അപ്പോൾ എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാം? 4 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. 4 ക്യാരക്ടർ നമുക്ക് സ്റ്റോർ ചെയ്യാം 2 ബിറ്റ് വീതം കൊടുത്താൽ അല്ലേ? പറ്റുമോ? 0 0 0 1 1 0 1 1 4 പറ്റും ആണല്ലോ. ഈ 4 എങ്ങനെ കിട്ടി? 2⁻² എന്നുള്ള വാല്യൂ 2 ബിറ്റ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 2⁻². ഇനി 3 ബിറ്റിൽ സ്റ്റോർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 3 ബിറ്റാണ് ഞാനൊരു ക്യാരക്ടറിന് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും? 2⁻³ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ഈ 2⁻³ ക്യാരക്ടേഴ്സ്? 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 അല്ലേ? 8 അപ്പോൾ അങ്ങനെ ഞാൻ ആ ബിറ്റ് പാറ്റേണിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ 3 വെച്ച് സ്റ്റോർ ചെയ്താൽ എനിക്ക് 8 സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ് എത്ര എണ്ണം ഉണ്ട്? ഇംഗ്ലീഷിൽ ആൽഫബറ്റ് എത്ര എണ്ണം ഉണ്ട്? 26 അല്ലേ? അപ്പോൾ 26 സ്റ്റോർ ചെയ്യണമെങ്കിൽ 3 പോരാ. 4 ആക്കി എത്ര പറ്റും? 4 ബിറ്റ് കൊടുത്താൽ എത്ര പറ്റും? 4 സ്റ്റോർ ചെയ്താൽ എത്ര നമ്പർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 2⁻4 പറ്റും അല്ലേ? 2⁻1 മിനിറ്റ്
അപ്പോൾ 2⁴ എന്ന് പറഞ്ഞാൽ എന്തായി? 2⁴ എന്ന് പറഞ്ഞാൽ എത്രയായി? 16 അല്ലേ? 16 പറ്റും. 16 കൊണ്ടും തികയില്ല. അപ്പോൾ 5 ബിറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുക. 5 ബിറ്റ് 32 വരെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ എല്ലാ നമ്പേഴ്സും A to Z നമ്പേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റും 5 ബിറ്റ് കൊടുത്താൽ, അല്ലേ? പക്ഷേ അതിനകത്തൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പേര് എഴുതുമ്പോൾ T എപ്പോഴും ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോളിലും എഴുതും, അല്ലേ? അപ്പോൾ എനിക്ക് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം, വേണ്ടേ? അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വേണം. 26 52 വേണം, ആണല്ലോ. അപ്പോൾ 5 കൊണ്ടും പറ്റില്ല. എന്നാൽ പിന്നെ 6 ആക്കാമെന്ന് വിചാരിക്കുക. 6 ആക്കിയാൽ എത്ര പറ്റും? 64 നമ്പേഴ്സ് പറ്റും, അല്ലേ? 64 പറ്റും. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതിനകത്ത് ക്യാപിറ്റൽ ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ഓരോ നമ്പേഴ്സ് ഞെക്കിയാൽ അത് ക്യാപിറ്റൽ ലെറ്റർ വരും, അല്ല സ്മോൾ ലെറ്റർ വരും. അങ്ങനെ 56 പിന്നെ നോക്കിയാൽ മേളിൽ വള്ളി പുള്ളി ചന്ദ്രക്കൊല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം പിന്നെയും കിടപ്പുണ്ട്, അല്ലേ? അപ്പോൾ അതെല്ലാം കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യണ്ടേ? ഈ കീബോർഡിൽ കൂടെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കീയും നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റണം, വേണ്ടേ? വേണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യാനായിട്ട് 6 പറ്റില്ല. 6 ആണെങ്കിൽ 32 പറ്റുള്ളൂ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്ത് 7ാമത് ഒരെണ്ണം കൂടി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഈ 1 2 3 അത് സ്റ്റോർ ചെയ്യാൻ പറ്റണം. @ ഹാഷ് $, പെർസെൻറ്റേജ് ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റണം. എന്നാൽ പിന്നെ 7 എണ്ണം ഇരിക്കട്ടെ എന്ന് വെച്ചു. 7 എണ്ണം ആയപ്പോൾ എത്ര ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും? 128 സ്റ്റോർ ചെയ്യാൻ പറ്റും. 128 സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആസ്കി ക്യാരക്ടറിൽ 128 ആസ്കി കോഡിങ്ങിൽ 7 ബിറ്റാണ് ഒരു ക്യാരക്ടറിന് ഉപയോഗിക്കുന്നത്. 7 ബിറ്റ് ഒരു ക്യാരക്ടറിന് ഉപയോഗിച്ചാൽ 2�7 128 ക്യാരക്ടേഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 128 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീബോർഡിലുള്ള ഒരുമാതിരി എല്ലാ കീയും അതിനകത്ത് വരും. കിട്ടിയോ? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കമ്പ്യൂട്ടറുകാർക്ക് 7 എന്ന് പറയുന്ന നമ്പറിനോട് ഒരു താല്പര്യക്കുറവാണ്. 7 ആയാൽ പറ്റില്ല. കമ്പ്യൂട്ടറുകാർക്ക് താല്പര്യമുള്ള നമ്പർ എത്രയാണ്? 2 4 6 8 16 32 64 128 256 512 ഇങ്ങനത്തെ നമ്പറിനോടെ കമ്പ്യൂട്ടറുകാർക്ക് താല്പര്യമുള്ളൂ, അല്ലേ? കാരണം ബൈനറി എന്ന് പറഞ്ഞാൽ എപ്പോഴും 2ൻ്റെ പവറിൽ വരണം. അങ്ങനത്തെ നമ്പറാണ് 2 4 8 16 അങ്ങനെയാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ട് 7 ഒരു സുമാറില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഇവർ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എക്സ്റ്റൻഡ് ആസ്കി എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉപയോഗിച്ച് അതിൽ 8 ബിറ്റ് വീതമാണ് സ്റ്റോർ ചെയ്യുന്നത്. കിട്ടിയോ? ഓക്കെ. ആ 8 ബിറ്റ് വെച്ച് സ്റ്റോർ ചെയ്തപ്പോഴത്തേക്കും എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഏകദേശം കമ്പ്യൂട്ടറിലുള്ള എല്ലാ കീസും ടൈപ്പ് ചെയ്യാൻ പറ്റി. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മലയാളത്തിലൊരു കീ നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അയക്കാറുണ്ട്, ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ മലയാളത്തിലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഇതിനകത്തില്ല. അപ്പോൾ അത് പോരാ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വലിയ ഫോർമാറ്റുകൾ വേണം, കുറച്ചുകൂടെ കൂടുതൽ ബിറ്റ്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് യൂണിക്കോഡ് ട്രാൻസ്ഫോർമേഷൻ ഫോർമാറ്റ് UTF എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ടാക്കി. അത് 16 ബിറ്റ് ഉണ്ട്, 32 ബിറ്റ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. 16 ബിറ്റ് എന്ന് പറഞ്ഞാൽ 2⁻16 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും അതിനകത്ത്. UTF-30 എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിന് 32 ബിറ്റാണ് സ്റ്റോർ ചെയ്യുന്നത്. 32 എന്ന് പറഞ്ഞാൽ 32 ബിറ്റാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 2⁻32 ക്യാരക്ടേഴ്സ് നമ്മുടെ മലയാളത്തിലൊക്കെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും, ചൈനീസ് ക്യാരക്ടേഴ്സ്, പിന്നെ ഏതെങ്കിലും ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതിലെ എല്ലാ ക്യാരക്ടേഴ്സും സ്റ്റോർ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്റ്റോർ ചെയ്തു. പക്ഷേ കമ്പ്യൂട്ടറിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആസ്കി ഫോർമാറ്റാണ്. ആസ്കി ഫോർമാറ്റിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? മടുത്തോ? നിർത്തണോ? എന്ത് ചോദ്യമല്ലേ, പിന്നെ മടുത്തില്ലേ? അപ്പോൾ ഇത് ഇവിടെ നിർത്താം. ഞാൻ ഇതിൻ്റെ ഒരു